നടക്ക. വാ, നീ മുമ്പേ പോ. എടോ ആന്റണി, എന്താടോ ഇത്? രാഷ്ട്രീയമാകുമ്പോ ചില അടിതടവും ജഗപൊകയും ഒക്കെ വേണ്ടി വരും. അത് പാർട്ടി പ്രവർത്തനത്തിന്റെ ഒരു രീതിയാ. നിങ്ങളുടെ സേവയ്ക്ക് നിന്ന് തന്നില്ലെങ്കിൽ, ചോദിച്ച പിരിവ് തന്നില്ലെങ്കിൽ, ഒരു പാവപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന് ഓഫീസിൽ കയറി പാർട്ടി ഗുണ്ടകൾ തല്ലുന്നതാണോ പാർട്ടി പ്രവർത്തനത്തിന്റെ രീതി? പാർട്ടിയും രാഷ്ട്രീയ പ്രവർത്തനവും കൊടിപിടുത്തവും ഒക്കെ ഞാനും കുറെ നടത്തിയ സാർ. വിരുദ്ധപക്ഷത്തായിരിക്കും, അതിന്റെ ഒരു ചൊരുക്ക് മൊത്തത്തിലുണ്ട്. ഒന്നുമില്ല സാറേ, നിങ്ങൾ ഇപ്പോഴും പിടിക്കുന്ന അതേ കൊടി തന്നെ ഞാനും പിടിച്ചിരുന്നത്. എല്ലാ അർത്ഥത്തിലും എല്ലാ ബഹുമാനത്തിലും അതിപ്പോഴും മനസ്സിലുണ്ട്. പക്ഷെ ആ പേരിൽ താങ്കളെ പോലുള്ളവർ കാട്ടിക്കൂട്ടുന്ന ഗുണ്ടായുസത്തിനോട് പുച്ഛമാണ് സാർ, പരമപുച്ഛം. തന്നെ പോലുള്ള 4 തുക്കട പോലീസ് ഏമാന്മാര് പുച്ഛിച്ചാലും ഊതിയാലും ഒന്നും പാറിപ്പോകുന്നല്ലോ പാർട്ടിയും പ്രസ്ഥാനവും. താനാ കുട്ടികളെ പറഞ്ഞുവിട്. കസ്റ്റഡിയിൽ എടുത്തവരെ നിയമപരമായിട്ട് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തുക്കട പോലീസുകാർ അങ്ങനെ തീരുമാനിച്ചോളാം. സാറേ ചെല്ല്. അതെ, അങ്ങനെയാണോ? ആഹാ. സാർ ഇവിടെയുണ്ട് സാർ. ഇയാൾക്ക് യോമാര് ഇപ്പൊ തന്നെ അങ്ങ് തൂക്കിക്കൊല്ലണമെന്ന് സാറ് തന്നെ അങ്ങ് സംസാരിച്ചോ. ഇനി പോലീസ് ഏമാന്മാര് തന്നെ അങ്ങ് തീരുമാനിച്ചാട്ടെ. ഹലോ സാർ. അല്ല സാർ, അത് സാർ ശരി സാർ. ഇപ്പൊ തീർന്നല്ല സൂക്കേട്. വന്ന് വണ്ടി കയറാൻ. ഈ നാട്ടിലും നാണമില്ലാത്ത കാക്കിക്കാരായി കണ്ട പണമൊക്കെ ഏൽപ്പിക്കാൻ പോകുന്നത്. അതിൽ നല്ലത് കടലിൽ കൊണ്ടെറിയുന്നതാ. നിങ്ങൾ ഇങ്ങോട്ട് വരും പെണ്ണുങ്ങളെ. എന്താ അവിടെ ചുറ്റിക്കളി? എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളൊക്കെ കരുതുന്ന പോലെ എളുപ്പം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പണമല്ലിത്. വളരെ ആലോചിച്ചും ചിന്തിച്ചും വേണം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ. വെന്ത ചോറും വെച്ച് അന്തിപ്പക്ഷനെ കിടക്കുന്ന പോലത്തെ സ്ഥിതിയായി നമ്മുടേത്. ശാന്തേടത്തേക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാവാഞ്ഞിട്ടാ. ഈ പണം പോലീസിലോ മറ്റോ ഏൽപ്പിച്ചിരുന്നെങ്കിൽ വെട്ടിലാവുന്ന നമ്മളായിരിക്കും. അത്രയ്ക്ക് നൂലാമാലകൾ ഉണ്ടാവും ഇതിന്റെയൊക്കെ പുറകില്. നൂലാമാല ഇതിപ്പോ കുറുക്കന് കാരാമ കിട്ടിയ പോലെയായി. നിങ്ങൾക്കൊക്കെ അത്രയ്ക്ക് പേടിയാണെങ്കിൽ ഇങ്ങ എന്നേക്ക് ഞാൻ എവിടെങ്കിലും കുടിച്ചിട്ടിട്ട് കുറേശ്ശെ എന്റെ ആവശ്യത്തിനെടുത്ത് ചെലവാക്കിക്കോളാം. ശാന്തേടത്തി, അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ പണം എടുത്തിട്ട് ഏതെങ്കിലും ബാങ്ക് കൊണ്ടിടാം. ഒരു പ്രശ്നമാവില്ലാന്ന് തോന്നിക്കഴിഞ്ഞാല് നമുക്ക് ആ പണം തിരിച്ചെടുത്ത് എന്താ വേണ്ടിച്ച ചെയ്യാലോ. ഈ പണമായിട്ട് ബാങ്കിൽ ചെല്ലണം. കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളും ഇല്ലാത്ത പണം ബാങ്കുകാർ സ്വീകരിക്കുന്ന സുറേന്റെ വിചാരം ഇത് എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്നുള്ള വിവരം മുഴുവൻ അവർക്ക് അറിഞ്ഞേ പറ്റൂ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, വാരിക്കൂട്ടി തീയിട്ടേക്ക്. ഒന്നിനും ഉപകരിക്കാത്ത ഈ പണം പിന്നെ എന്ത് ചെയ്യാനാ? ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയട്ടെ. നമുക്ക് ഈ പണം ഉണ്ണിത്താൻ മുതലാളിയെ ഏൽപ്പിച്ചാലോ? ഉണ്ണിത്താൻ മുതലാളിയെ ഏൽപ്പിക്കുന്നതിൽ നല്ലത് എന്നെ ഏൽപ്പിക്കുന്നതാ. ശാന്തേടത്തൊന്നും ഉണ്ടായിരിക്കും. എന്താ ഗിരിജേച്ചി പറഞ്ഞ നല്ലൊരു ഐഡിയ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാര് മുതൽ മന്ത്രിമാര് വരെ കണക്ക് കാണിക്കാൻ പറ്റാത്ത പണം ഇത്രയും ചില ബ്ലേഡുകാരെ ഏൽപ്പിക്കാറ്. കണക്കുകളൊന്നും ബോധിപ്പിക്കണ്ടല്ലോ. അയാൾ ഈ പണം ബ്ലേഡിൽ ഓടിച്ചോളൂ. നമുക്കൊരു തുക പലിശയായിട്ട് കിട്ടുകയും ചെയ്യും. ഇതൊരു കുഴപ്പമില്ലാത്ത ചിന്തയായിട്ടാ എനിക്ക് തോന്നുന്നത്. ഈ ഉണ്ണിത്താനെ കിണ്ണിത്താനെ ഒന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ശാന്തേടത്തി, അങ്ങനെ പറയരുത്. നമുക്ക് ബുദ്ധിമുട്ട് വന്നപ്പോഴൊക്കെ പലിശക്കാണെങ്കിലും അയാൾ കാശ് തന്ന് സഹായിച്ചിട്ടില്ലേ? അത് ശരിയാ. കാര്യം നടക്കണമെങ്കിൽ ഈ വഴി തന്നെയാണല്ലേന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഗിരിജയ്ക്ക് അത്രയ്ക്ക് വിശ്വാസമാണെങ്കിൽ ആയിക്കോ. പക്ഷേ പലിശ എല്ലാ മാസവും കൃത്യമായിട്ട് വാങ്ങിക്കുന്ന കാര്യവും ഈ പണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഗിരിജയായിട്ടാണ്. അല്ല, അത് ഞാൻ മാത്രം. അതിപ്പോ നമ്മളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമായിട്ട് കണ്ടാ മതി. ഒരു സംശയം തോന്നിക്കാത്ത വിധത്തിൽ വേണം നിങ്ങൾ ആ ഉണ്ണിത്താനുമായിട്ട് ഡീൽ. അത് മറക്കണ്ട. കുട്ടികളുടെ അച്ഛൻ ജീവിച്ചിരിപ്പില്ലല്ലോ. നിർത്ത്. ഇത്രക്ക് സങ്കടം വേണ്ട. അപ്പൊ ഇങ്ങനെയല്ലേ പറയേണ്ടത്? കഥ ഇത് തന്നെ. ഇത്ര ഓവറാവണ്ടാന്ന്. ശരി, കുട്ടികളുടെ അച്ഛൻ ജീവിച്ചിരിപ്പില്ലല്ലോ.
ഈ ലെവലിൽ പോയാ മതി, അല്ലെങ്കിൽ ഈ പൊളിഞ്ഞു. ഏതോ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. ഇത്ര നേരം കോർപ്പറേഷൻ ഓഫീസിന്റെ വാതിക്ക് ഞാൻ കാശുമായിട്ട് നിൽക്കുക. ഇപ്പൊ ഇവിടെ എന്റെ കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യാടോ. കാശ് അത്യാവശ്യമാണ്, ഇങ്ങോട്ട് പോവാ. അല്ല പിന്നെ അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയേ? നിങ്ങളുടെ കയ്യിൽ 30 ലക്ഷം രൂപയുണ്ട്. അതിവിടെ നിക്ഷേപിക്കണം. അതിനുള്ള പലിശ മാസാമാസം നിങ്ങൾക്ക് കിട്ടണം. അത് തന്നെയാണല്ലോ എന്റെ തൊഴില്. ആളുകൾ എനിക്ക് പണം കൊണ്ടു തരുന്നു, ഞാനത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. ഒരു ഇടനിലക്കാരൻ പണം തരുന്നവരോട് ഇക്കാലം വരെ ഇത് എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അതെന്റെ ആവശ്യമില്ല. ഞാനിവിടെ ഇൻകം ടാക്സ് ഓഫീസിൽ നടത്തല്ലോ അതിന്റെ സോഴ്സ് എന്താ കേൾക്കാൻ. പക്ഷേ നിങ്ങളോട് ഞാൻ ചോദിക്കും, എന്തൊരു കുടുംബശ്രീക്കാർ കള്ളനോട്ടടി വല്ലതും തുടങ്ങിയ, അല്ലെങ്കിൽ ഇത് എവിടുന്ന് കിട്ടിയത്? എന്റെ കുട്ടികളുടെ അച്ഛൻ ജീവിച്ചിരിപ്പില്ലല്ലോ. ആവശ്യത്തിന് സ്വത്തും മുതലും ഒക്കെ ഉള്ള കുടുംബത്തിലായിരുന്നു. ഞങ്ങൾ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചവരായതുകൊണ്ട് അദ്ദേഹം മരിച്ചപ്പോ എനിക്കും മക്കൾക്കും ഒന്നും തരില്ല എന്ന് പറഞ്ഞു. അവകാശപ്പെട്ടത് മണ്ണായിട്ടോ പണമായിട്ടോ കിട്ടാൻ എനിക്ക് കോടതി പോവേണ്ടി വന്നു. വിധിയായി എനിക്ക് അനുകൂലമായിട്ട്. എന്നാ പിന്നെ വല്ല ബാങ്കിൽ വിട്ടൂടെ? എന്തിനാ ഇവിടെ? എന്റെ ബുദ്ധിമുട്ടുകളിലൊന്നും ഒരു ബാങ്കും സഹായിച്ചിട്ടില്ല. അതിനൊക്കെ ഉണ്ണിത്താ മുതലാളി ഉണ്ടായിരുന്നുള്ളൂ. ഇനി അങ്ങോട്ടും മുതലാളി തന്നെയാ ഞങ്ങളുടെ ബാങ്ക്. പിന്നെ പലിശയായിട്ട് 1 ഉറുപ്പിക കൂടുതൽ കിട്ടുകയാണെങ്കിൽ എനിക്കും എന്റെ മക്കൾക്കും അതല്ലേ വലുത്. ഒരു ചക്രം, ശ്രീപത്മനാഭന്റെ ഒറ്റ ചക്രം, അത് ലക്ഷ്മി ദേവിയ. മുന്നിൽ വന്ന തട്ടിക്കളയാൻ പാടില്ല, ബഹുമാനിക്കണം. പക്ഷേ എന്റെ അനുഭവത്തിൽ എന്ന് പറയുക, പണം ഇരുതല മൂർച്ചുള്ള ഒരു ബ്ലേഡാ. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നന്നാവാനും നാശമാവാനും അത് മതി. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എല്ലാത്തിനും രേഖകൾ വേണം. മുദ്രപത്രത്തിൽ എഗ്രിമെന്റ് എഴുതി 2 കൂട്ടരും ഒപ്പിടണം. സാക്ഷികളും വേണം. 1 കോപ്പി ഇവിടെ വയ്ക്കും, 1 കോപ്പി നിങ്ങൾക്ക് തരും. എല്ലാ മാസവും 1-ാം തീയതി കൃത്യമായി ഇവിടെ വന്ന് പലിശ കൈപ്പറ്റാം. ഇനി ഗിരിജയുടെ കൈ കൊണ്ട് ഐശ്വര്യമായിട്ടൊരു കെട്ടെടുത്ത് ഇങ്ങോട്ട് വന്നാട്ടെ. അമ്മേ മഹാലക്ഷ്മി, ശ്രീപത്മനാഭ കാത്തോളൂ. എന്തേ ഇതെന്താടോ കഷായോ? ഇത്തിരി മധുരം ഇതിനകത്തിടറോ. അല്ല ശാന്തടുത്ത, നിങ്ങൾ ഈ ചായ തന്നെ ദിവസം കുടിക്കാറ്. നിങ്ങൾക്ക് ഷുഗറിന്റെ ഷുഗറിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ പോലീസുകാരൻ രാമകൃഷ്ണൻ വന്ന് തെറിവിളിച്ചതിന്റെ ദേഷ്യം നിങ്ങൾ എന്തിനാ ശാന്തടുത്തി എന്നോട് കാണിക്കുന്നത്? അല്ല, അവന്റെ വർത്താനം കേട്ടാ തോന്നും ലോകത്തിൽ ആദ്യമായിട്ട് ആണും പെണ്ണും തമ്മിൽ പ്രേമിക്കടോ. വിവരം വേണം, വിവരം. ആർക്കടോ? എന്റെ ഭാര്യക്ക് ഒരു പെണ്ണിനെ അറിയാതെ ഒന്ന് ഫോൺ ചെയ്തതിന്റെ പേരിൽ എന്തൊക്കെ പൊല്ലാപ്പാ ഞാൻ അനുഭവിക്കുന്ന അറിയാവോ എന്റെ ഭാര്യയുടെ മുമ്പിൽ? നിനക്കത് കിട്ടണം രാജീവേ, നിനക്കത് കിട്ടണം. സഞ്ജീവേ, 2 സ്ട്രോങ് ചായ എടുത്തോ. ആയിക്കോട്ടെ. ശാന്തെടുത്തിയ കാര്യം ഓക്കെ. ഉണ്ണിത്താ മുതലാളി ഏറ്റു. ആണോ? അല്ല, രാജിയുടെ അവളെ പിടിച്ചൊളിച്ച് പോലീസ് ജീപ്പിൽ ഇട്ടോണ്ട് പോയി. പോലീസ് ജീപ്പിലോ? അവൾ ആ മണിയായിട്ട് ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ രാമകൃഷ്ണൻ കാലിന് ഇതുവഴി കെട്ടിയെടുത്തത്. മണിയായിട്ട് ഉന്തും തള്ളും ഒക്കെ നടന്ന് ഇനി നമ്മളൊരുമിച്ച് അവളെ ജോലിക്കേ വിടില്ല എന്ന് പറഞ്ഞ് പിടിച്ചു വിളിച്ചോണ്ടെങ്കിൽ ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റൂല. അയാളാരതൊക്കെ തീരുമാനിക്കാൻ. പോയി ചോദിച്ചേ പറ്റൂ. എനിക്ക് അവന്റെ കാരണക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കണം, എന്നിട്ട് മതി ചോദിക്കലും പറയും. അതെ, ഇത്തരം കാര്യങ്ങളിൽ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യല്ല വേണ്ടത്. എല്ലാവർക്കും അവരവരുടെ ന്യായീകരണങ്ങൾ ഉണ്ടാവും. ഞാനൊന്ന് പോയി സംസാരിക്കട്ടെ. എന്നിട്ടും ഒരു വിട്ടുവീഴ്ചയ്ക്ക് അയാൾ തയ്യാറായില്ലെങ്കിൽ നമുക്കൊന്നിച്ചിടപെടാം. എന്താ? ഞാൻ സമ്മതിക്കില്ല. അറിഞ്ഞുകൊണ്ട് എന്റെ കുട്ടിയെ തെരുവിലേക്ക് ഇറക്കി വിടാൻ പറ്റില്ല എനിക്ക്. ഇവളുടെ അനിയത്തിയായിട്ടല്ല, എന്റെ അനിയത്തി. 10-11 വയസ്സു മുതൽ അങ്ങനെയാ പോറ്റി വളർത്തിയത്. ഇവനുമായിട്ടുള്ള ചുറ്റിക്കളി എനിക്ക് ഇഷ്ടമല്ല എന്നും അത് ഒരിക്കലും നടക്കില്ലെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ. എന്നിട്ടും പരസ്പരം ഇഷ്ടപ്പെട്ടവരല്ലേ ഒത്തൊരുമിച്ച് ജീവിക്കേണ്ടത് രാമകൃഷ്ണേട്ടാ. ഇതുവരെ ഇവരൊരു പേരുദോഷം വരുത്തിയിട്ടില്ലല്ലോ. ഇവനുള്ള പേരുദോഷം പോരെ? ഇവന്റെ ചരിത്രം നിങ്ങൾക്കൊക്കെ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഒരു പോലീസുകാരനുള്ള നിലയ്ക്ക് എനിക്കറിയാം. അറിയാം, എല്ലാം അറിയാം. പക്ഷേ ഇന്നിവൻ അങ്ങനെയല്ലല്ലോ.
അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കില്ലേ? എന്നെ വിശ്വസിക്കണം, ഇനി ഒരിക്കലും വഴിതെറ്റിയ ഒരു ജീവിതം എനിക്ക് ഉണ്ടാവില്ല. ഞാൻ കാരണം നിങ്ങളുടെ അനിയത്തിയുടെ കണ്ണീര് കാണാൻ ഇടവരില്ല, വരത്തില്ല. ഒരിക്കലും ഏട്ടനെ ധിക്കരിച്ച് ഞാൻ ഇറങ്ങിപ്പോവില്ല. ഇഷ്ടപ്പെട്ടു പോയി, ഒന്നിച്ച് ജീവിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോയി. തിരിച്ചറിവില്ലാത്ത പ്രായമൊന്നും അല്ലല്ലോ ഇവർക്ക്. പരസ്പരം ഇഷ്ടപ്പെടുകയും ഒന്നിച്ചൊരു ജീവിതം തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തവരെ അടർത്തി മാറ്റിയിട്ട് ആ കണ്ണീരും വേദനയും ജീവിതകാലം മുഴുവനും നമ്മളും അനുഭവിക്കണോ രാമകൃഷ്ണേട്ടാ? ഈശ്വര നിശ്ചയെന്ന് കരുതി മനസ്സ് വളർന്ന നമ്മള് ഇവരെ ഒന്നാക്ക്. ജീവിക്കട്ടെ, ഇവര് സന്തോഷായി ജീവിക്കട്ടെ.